ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ 4 സെക്ടർ മോഡൽ. 3 സെക്ടർ മോഡലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. അത് കാണുവാണെങ്കിൽ 4 സെക്ടർ മോഡൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. The 4 sector model includes all 4 macroeconomic sectors: household sector, business sector, government sector and foreign sector. ഇത് നമ്മൾ ഓൾറെഡി 3 സെക്ടറിൽ നോക്കിയതായിരുന്നു. ഹൗസ് സെക്ടറും ബിസിനസ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും 3 സെക്ടർ മോഡലിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതിൽ അഡീഷണൽ ആയിട്ട് ഫോറിൻ സെക്ടറാണ് ഇച്ചിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 സെക്ടർ മോഡലിൽ പറയുന്നത്. The foreign sector includes household, business and governments that reside in other countries. അതായത് ഫോറിൻ സെക്ടറിൽ അതർ കൺട്രി മറ്റു കൺട്രിയിലുള്ള ബിസിനസ്സും ഹൗസ് ഹോൾഡും ഗവൺമെന്റ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻ 4 സെക്ടർ മോഡൽ ദർ ആർ 3 അഡീഷണൽ ഫ്ലോസ്: എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ. അതായത് ഇവിടെ പറയുന്നത് 4 സെക്ടർ മോഡലിൽ മെയിൻ ആയിട്ട് 3 ഫ്ലോ ആണ് ഉള്ളത്. എക്സ്പോർട്ട് ഉണ്ട്, അതേപോലെ ഇമ്പോർട്ട്സ് ഉണ്ട്, നെറ്റ് ക്യാപിറ്റൽ ഇൻഫ്ലോ. നെറ്റ് ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ മൈനസ് ക്യാപിറ്റൽ ഇൻഫ്ലോ. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് പറഞ്ഞേക്കുന്നതാണ് സർക്കുലർ ഫ്ലോ ഇൻ എ 4 സെക്ടർ എക്കോണമി. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു ഡയഗ്രമാണ്. ഇതിൽ ബിസിനസ്, ഗവൺമെൻറ്റും അതേപോലെ ഹൗസ് ഹോൾഡും 3 സെക്ടർ മോഡലാണ്. സോ അതുകൊണ്ട് അവിടെ ചേഞ്ച് ഇല്ല. അഡീഷണൽ ആയിട്ട് ഈ 4 സെക്ടർ മോഡലിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ് വന്നത്. അവിടെ ഇമ്പോർട്ട്സും അതേപോലെ എക്സ്പോർട്ടും ഇത് മാത്രമാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് പറയുന്നത്. ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണ് ഇതവണ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാത്തത്. ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ട് റെസ്റ്റ് ഓഫ് ദ വേൾഡിലേക്കും അതേപോലെ എക്സ്പോർട്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്കുമാണ്. റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് എങ്ങനെയായിരിക്കും? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. അതായത് അത് ലീക്കേജ് ആയിരിക്കും. ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ക്യാഷ് നമ്മൾ കൊടുക്കും. അതേപോലെ നമ്മളൊരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും. നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളത് നോക്കാം. y = c + i + g + x - m. നമ്മളിത് ഓൾറെഡി 3 സെക്ടർ മോഡലിൽ നോക്കിയതായിരുന്നു. ഇൻകം എങ്ങനെയായിരിക്കും? സി കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇതും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ദ ഡൊമസ്റ്റിക് എക്കോണമി ട്രേഡ്സ് ദ ഗുഡ്സ് വിത്ത് ഫോറിൻ സെക്ടർ ത്രൂ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. അതായത് ഡൊമസ്റ്റിക് എക്കോണമി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഗുഡ്സ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോറിൻ സെക്ടർ വഴിയാണ്. ഫോറിൻ സെക്ടർ എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യും, അതേപോലെ ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഗുഡ്സ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത്. എക്സ്പോർട്ട്സ് ആർ ദ ഇഞ്ചക്ഷൻസ്. ഇത് നോട്ട് ചെയ്യുക. എക്സ്പോർട്ട് ഇഞ്ചക്ഷൻസ് ആണ് ഇൻ ദ നാഷണൽ ഇൻകം. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? എക്സ്പോർട്ട് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇന്ത്യയിലിരുന്ന് വേറെ കൺട്രിയിലേക്ക് അയക്കുവാണെങ്കിൽ നമുക്ക് ഇൻകം കിട്ടും. അതാണ് ഇഞ്ചക്ഷൻസ്. അത് നാഷണൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇമ്പോർട്ട്സ് ആർ ദ ലീക്കേജസ് ദാറ്റ് ആർ ഔട്ട്ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ വേറൊരു കൺട്രിയിലിരുന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടിയുള്ള നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എക്സ്പെൻസ് കൊടുക്കണം. എക്സ്പെൻഡിച്ചർ ഉണ്ടാകും, അത് മീറ്റ് ചെയ്യണം. അത് ലീക്കേജ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. Export represents the foreign demand for domestic output and therefore a part of aggregate demand. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മളൊരു എക്സാമ്പിൾ പോലെ നോക്കാം. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു. എന്താ എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യ സ്പൈസസ് ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അതെന്തായിരിക്കും? അത് ഡിമാൻഡ് ആയിരിക്കും. ഫോറിൻ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആയിരിക്കും. അത് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഇമ്പോർട്ട് എങ്ങനെയായിരിക്കും? ഇമ്പോർട്ട്സ് ആർ നോട്ട് ദ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട്. വി മസ്റ്റ് സബ്സ്ട്രാക്ട് ദം ഫ്രം അഗ്രിഗേറ്റ് ഡിമാൻഡ്. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിന് ഇന്ത്യൻ പ്രോഡക്റ്റിനോടുള്ള ഡിമാൻഡാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഫോറിൻ പ്രോഡക്ട്സിനോട് നമുക്കുള്ള ഡിമാൻഡിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് വി മസ്റ്റ് സബ്സ്ട്രാക്ട് ദം ഫ്രം അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നിന്ന് നമ്മളത് സബ്സ്ട്രാക്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തിവിടെ പറയുന്ന ഒരു ടേം ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. ദ ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട് ഡിമാൻഡ് പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ GDP. അതായത് ഇവിടെ പറയുന്നത് GDP ഉണ്ടാകുന്ന ചേഞ്ച് ഇമ്പോർട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോറിൻ ഇൻകം. അതായത് ഇവിടെ പറയുന്നത് എക്സ്പോർട്ട് എങ്ങനെയായിരിക്കും? എക്സ്പോർട്ട് ഫോറിൻ ഇൻകത്തെ ബേസ് ചെയ്തായിരിക്കും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഫോറിൻ കൺട്രീസിന് അത് മേടിക്കാൻ പറ്റുന്നത്ര ഇൻകത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇമ്പോർട്ട്സ് ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം എക്സ്പോർട്ട് ടു ഡിറൈവ് നെറ്റ് എക്സ്പോർട്ട്സ്. അതായത് ഇവിടെ പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ എന്താ? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ് ആണ് നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ ഫോറിൻ സെക്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. ഇമ്പോർട്ട് എന്തിനാണ് എക്സ്പോർട്ടിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്? നെറ്റ് എക്സ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. ഫോറിൻ സെക്ടർ കോൺട്രിബ്യൂഷൻ ടു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറിൽ ഫോറിൻ സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്പോർട്ടിൽ ഇരുന്നത് ഇമ്പോർട്ട് മൈനസ് ചെയ്ത് നെറ്റ് എക്സ്പോർട്ട് ഡിറൈവ് ചെയ്യുന്നത്.
അടുത്തിവിടെ പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ട് ഫംഗ്ഷനെ കുറിച്ചാണ്. ഇമ്പോർട്ട് ഫംഗ്ഷൻ ഈക്വൽ ടു, അതായത് എം ഈക്വൽ ടു എം ബാർ പ്ലസ് എം വൈ. ഈ സ്മോൾ എം എന്ന് വെച്ചാൽ എന്താ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. അതാണ് അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. നമ്മളിത് ഓൾറെഡി നോക്കിയതാണ്. ഇൻകം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എത്ര യൂണിറ്റ് ആണ് ഇമ്പോർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് മെയിനായിട്ട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തിവിടെ പറഞ്ഞേക്കുന്നതാണ് ഡിമാൻഡ് ഇൻ 4 സെക്ടർ മോഡൽ. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കിയ ഇക്വേഷൻ ആണിത്. വൈ ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ആ ഒരു ഇക്വേഷനിൽ ഇരുന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ലാസ്റ്റ് ഒരു ഇക്വേഷനിലേക്കാണ് എത്തിച്ചേരുന്നത്. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി മൈനസ് എം. അതിന് നമുക്ക് ഷോർട്ട് ആയിട്ട് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി പ്ലസ് എം ഇസ് നോൺ ആസ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലെയർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലെയറിൻ്റെ ഇക്വേഷൻ ആണ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി പ്ലസ് എം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. അതിൻ്റെ മീനിങ് എന്താ, അതായത് എം എന്ന് നമുക്കറിയാം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ടാണ്. അതേപോലെ ബി എന്താ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മളിത് ഓൾറെഡി ഫസ്റ്റ് പോർഷനിൽ നോക്കിയതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് വെച്ച് നമ്മൾ അടുത്ത പ്രോബ്ലം തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ അടുത്ത പോർഷൻ നോക്കാം. അടുത്ത് നമുക്കിവിടെ ഒരു ഡയഗ്രമാണ് തന്നേക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ 4 സെക്ടർ മോഡൽ. ഇത് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഈ ഡയഗ്രാം തന്നേക്കുന്നത്. ഇത് നമ്മൾ നോക്കാം. ഇക്വിലിബ്രിയം ഈസ് ഐഡന്റിഫൈഡ് ആസ് ദ, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ലൈൻ ആൻഡ് ദ 45 ഡിഗ്രി ലൈൻ. അതായത് ഈ 45 ഡിഗ്രി ലൈനും അതേപോലെ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ പറയുന്നത് ലീക്കേജസ് എസ് പ്ലസ് ടി പ്ലസ് എം ആർ ഈക്വൽ ടു ഇഞ്ചക്ഷൻസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് ഓൺലി അറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇക്വിലിബ്രിയം എന്ന പോയിന്റിലായിരിക്കും ലീക്കേജസും ഇഞ്ചക്ഷൻസും ഈക്വൽ ആകുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻസ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ലീക്കേജസ് ഡിക്രീസ് ഇറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ്. ഇഞ്ചക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, അത് നമ്മുടെ ഇൻകത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ലീക്കേജ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകും, അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താ, അത് നമ്മുടെ ഇൻകത്തെ ഡിക്രീസ് ചെയ്യും. എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്, ദെയർ ഈസ് നെറ്റ് ഇഞ്ചക്ഷൻസ്, അവിടെ സംഭവിക്കുന്നത് ഇഞ്ചക്ഷൻസ് ആകും, അതുവഴി നമുക്ക് സംഭവിക്കുന്നത് എന്താ, ഇൻകം ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യും. എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കുറവാണെങ്കിലോ, എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കുറവാണെങ്കിൽ ദെയർ ഈസ് നെറ്റ് വിത്ഡ്രോവൽ ഓഫ് നാഷണൽ ഇൻകം, ഇൻകം എങ്ങനെയായിരിക്കും, ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻകത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻകം ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ടേംസ്. ഇക്വിലിബ്രിയം ഇൻകത്തെ യൂഷ്വലി 2 ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറും. ഡെൽറ്റ വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ഐ. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻറ്റു ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡെൽറ്റ വൈ എന്ന് ഇക്വിലിബ്രിയം ഇൻകം കിട്ടുന്നത്. അടുത്തൊരു പോയിന്റ് പറയുന്നതാണ് ദ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇൻ 4 സെക്ടർ മോഡൽ ഇൻക്ലൂഡ്സ് ദ എഫക്ട് ഓഫ് ഫോറിൻ ട്രാൻസാക്ഷൻസ്. അതായത് 4 സെക്ടർ മോഡലിൽ ഉണ്ടാകുന്ന ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൽ എങ്ങനെയായിരിക്കും, മെയിനായിട്ട് ഫോറിൻ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ആകും. അത് നമ്മളിപ്പോൾ നോക്കി ഇക്വേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എം എന്ന് വെച്ചാൽ എന്താ, എം എന്ന് വെച്ചാൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ആണ് എം, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. എം എങ്ങനെയായിരിക്കും, 0നേക്കാളും എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വേറൊരു പോയിന്റ് പറയുന്നത് മൾട്ടിപ്ലെയർ ഇൻ എ ക്ലോസ്ഡ് എക്കോണമി. ക്ലോസ്ഡ് എക്കോണമി എന്ന് വെച്ചാൽ എന്താണ്, ട്രേഡ് ഒന്നും ചെയ്യാത്ത എക്കോണമിയാണ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അവിടെ മൾട്ടിപ്ലെയർ എങ്ങനെയായിരിക്കും, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി. അവിടെ എം ഉണ്ടായിരിക്കുമോ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ഉണ്ടായിരിക്കുമോ, ഇല്ലായിരിക്കും. ക്ലോസ്ഡ് എക്കോണമിയിൽ ഇല്ലായിരിക്കും. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തിവിടെ പറഞ്ഞേക്കുന്നത് ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എം ലോവർ വിൽ ബി ദ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ. ദ മോർ ഓപ്പൺ ആൻഡ് എക്കോണമി ഈസ് ഫോറിൻ ട്രേഡ്, ദ സ്മോളർ വിൽ ബി ദ റെസ്പോൺസ് ടു ഇൻകം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷോക്ക്. The higher the value of M, larger the proportion is induced effect on demand for foreign not domestic consumer goods. ഇത് ഞാൻ ഷോർട്ടായിട്ട് പറയാം. എക്കോണമിയിൽ ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്ട്സിനോടുള്ള ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഇൻകം കൂടുതലായിട്ട് ഇമ്പോർട്ട്സിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് വഴി, ഇമ്പോർട്ടിലേക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് വഴി ഫോറിൻ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ദ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എം, ദ ലോവർ വിൽ ബി ദ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. വാല്യൂ ഓഫ് എം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അവിടെ ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. An increase in demand for export of a country is an increase in aggregate demand for domestically produced output and will increase the equilibrium income just as an increase in government spending or an autonomous increase in investment. ഇതിൽ മെയിനായിട്ട് പറയുന്നത് an increase in demand for export of a country. ഒരു കൺട്രിയിലെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡൊമസ്റ്റിക് ഗുഡ്സിന് എന്താണ് ഡിമാൻഡ് കൂടുതലാണ്, അത് ഇക്വിലിബ്രിയം ഇൻകത്തെ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. An increase in demand for countries' export has an expansionary effect and increase in import has an contractionary effect. അതായത് നമുക്ക് എക്സ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ എക്സ്പാൻഷനറി എഫക്റ്റും അതേപോലെ ഇമ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ എന്തായിരിക്കും? കോൺട്രാക്ഷണറി എഫക്റ്റ് ആയിരിക്കും ഒരു എക്കോണമിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് മാത്രം ചെയ്താൽ മതിയോ? ഇമ്പോർട്ടിനെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്പോർട്ട് മാത്രം ചെയ്യാനാണ് ഇവിടെ പറയുന്നത്? അല്ല. കൺട്രി ഇമ്പോർട്ട് ഗുഡ്സ് ദാറ്റ് ക്യാൻ മോർ എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് എബ്രോഡ് ആൻഡ് ട്രേഡ് ഇൻക്രീസ് ഓവറോൾ എഫിഷ്യൻസി, ദ വേൾഡ് വൈഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട്സ്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പാൻഷനറി എഫക്റ്റും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ഷണറി എഫക്റ്റും സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് മാത്രം ചെയ്താൽ മതിയോ? എക്സ്പോർട്ട് മാത്രം ചെയ്യാനല്ല ഇവിടെ പറയുന്നത്, ഇമ്പോർട്ടും കൂടെ ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അഡ്വാൻറ്റേജ് എന്താ? ട്രേഡ് ഇൻക്രീസ് ദ ഓവറോൾ എഫിഷ്യൻസി. ഇങ്ങനെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത് വഴി ഒരു ഓവറോൾ ട്രേഡ് എങ്ങനെ ഇരിക്കും? ഒരു എഫിഷ്യൻസിനെ വേൾഡ് വൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എക്സ്പോർട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് എങ്ങനെ ഇരിക്കും? ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ട് പറയുന്നത്. മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ 4 സെക്ടർ മോഡലിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ വായിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. അതുപോലെ ഇതിൻ്റെ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രോബ്ലം ചെയ്ത് നോക്കുവാണെങ്കിൽ അത് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കും. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്കും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.